അപ്പോഴത്തെ കേരളത്തിൽ എല്ലായിടത്തും നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണ്. നമ്മുടെ നാട്ടിലെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. കായലിന്റെ വേലിയേറ്റം കൂടി കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട. മുറ്റത്തും വീടിനകത്തും ഒക്കെ എപ്പോഴും വെള്ളമായിരിക്കും. അങ്ങനെ ഒരു മഴ ദിവസത്തെ പരിപാടികളാണ് കേട്ടോ. പിന്നെ മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ വെള്ളം കയറും കേട്ടോ. കാര്യം എന്താ വെച്ചാൽ അഷ്ടമുടിക്കായലിൽ വേലിയേറ്റം സമയമാണെങ്കിൽ നമ്മുടെ മുറ്റത്തും വീടിനകത്തും ഒക്കെ വെള്ളം കയറും. അങ്ങനെ വേലിയേറ്റം വരുമ്പോൾ കായലിൽ നിന്ന് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഇവിടെ തടയണ പോലെ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. മഴയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു പരിപാടിയാണ് ഈ ചെയ്തു വെച്ചത്. ഇങ്ങനെ ഇത് ചെയ്തു വെച്ചത് കാരണം രാത്രി നല്ല കൊടും മഴ പെയ്തപ്പം മുറ്റത്തെല്ലാം വെള്ളം തങ്ങി നിന്നിട്ട് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് വെള്ളം കയറി. അങ്ങനെ ഞാനിത് വെട്ടി തുറന്ന് വിടുന്ന ഒരു കാഴ്ചയാണിത്. രാത്രി 10 മണിയോട് എടുക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരുവിധം വെള്ളം പോകാനായിട്ട് ചെറിയ ചാലൊക്കെ വെട്ടിയിട്ട് കൊടുത്ത് അകത്ത് വരാം കേട്ടോ. ഇനി അകത്തെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയാണ് അകത്തേക്ക് വന്നത്. അമ്മ ഇരുന്ന് ചിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യാനായിട്ട് വെള്ളമെല്ലാം കയറി വരികയാണ്. നമ്മുടെ വീട് ഒരുപാട് താന്നിരിക്കുകയാണ്. നമ്മുടെ വീടിന്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള വസ്തുവിലെല്ലാം അവർ മണ്ണിട്ടൊക്കെ പൊക്കിയത് കാരണം ആ ഭാഗത്തേക്കൊന്ന് വെള്ളം ഇറങ്ങി ഭാഗത്തുണ്ട്. അടുത്ത പഞ്ചായത്തിലെ വെള്ളം വരെ നമ്മുടെ വീട്ടിലെത്തും കേട്ടോ. ഈ കൊച്ചു മൊബൈലിലേക്ക് റീൽസ് ഒക്കെ കണ്ടിരിക്കുകയാണ്. ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാലൊക്കെ ടീപ്പോടെ മണ്ടേ കയറ്റി വെച്ചിട്ടാണ് കേട്ടോ റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ രാത്രി വെള്ളം തപ്പിക്കളയാന്നുള്ള പ്ലാനും കാര്യങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം ഞങ്ങൾ ഇനി ഉറങ്ങാൻ പോവാണ്. എന്തായാലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറയാനൊന്നും പോകുന്നില്ല.